ഇംഗ്ലീഷ് 606 ഇംഗ്ലീഷിൽ അല്ലെ ഞാൻ വായിക്കാം. മണി മണി, കടൽ, ആന, പാർക്കുഴൽ, അടുത്തത് മേഘം, അണിവണ്ട്, തുമ്പി, വള, പേരികൈ, യാൾ. ഇങ്ങനെയുള്ള ഒരു 10 നാദങ്ങൾ, தனிந்தழு நாதங்கள் இவை 10 പണിന്തവർക്ക് அல்லது பார்க்கவனாதே. അതായത് യോഗ ചെയ്യുമ്പോൾ ഈ 10 ശബ്ദങ്ങൾ കേൾക്കണമെന്നാണ് ഇരിക്കുന്നത്. അത് എന്തിനാണ് ഈ 10 ശബ്ദങ്ങൾ കേൾക്കണം? ഇത് എല്ലാവർക്കും ഒരു യൂസ്ഫുള്ളായിട്ട് 10 ശബ്ദങ്ങൾ നിങ്ങൾ കുണ്ടലിനി റൈസായി, എനിക്ക് അങ്ങനെ വന്നു ഇങ്ങനെ വന്നൊക്കെ പറയും ഒരുപാട് പേര്. പക്ഷെ ആ പ്രോസസ്സിൽ 10 ശബ്ദം എന്ന് പറയുന്നത് ദശനാഡികൾ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ആക്ച്വലി നാഡി ചാനൽ 96, പക്ഷേ യോഗയിൽ കണക്റ്റഡ് വന്ന് 10. അതുകൊണ്ട് ആ 10 യോഗ നാഡികൾ എന്ന് പറയും. കാരണം യോഗ നാഡികൾ ആ 10 നാഡികളിലും ഓപ്പണായി എനർജി ഫ്ലോ ഉണ്ടാകണം, എന്നാലേ യോഗയിൽ സാധിക്കാൻ പറ്റും. അത് അടഞ്ഞു കിടന്നാൽ ഒന്നും ശരിയാവില്ല. എന്ത് മനസ്സിലായില്ല? അത് ഓപ്പൺ അപ്പ് ചെയ്യണം. അപ്പോൾ യോഗ നാഡികൾ 10 എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. അത് ഇടകല, പിങ്കല, സുഷുമ്ന, സിന്ധുവൈ, ശങ്കിനി, അടുത്തത് ഗുഹ്, അടുത്ത അത്തി, അലംബസ, ഗാന്ധാരി, പുരുഷൻ. ഇങ്ങനെ നമ്മൾ 10 നിങ്ങൾ ഓപ്പണിംഗ് ടെക്നിക്ക് ഇവിടെ പഠിച്ചല്ലോ. അതിൽ ഇനി ഡീറ്റെയിലായ ഒരു ഓപ്പണിംഗ് ടെക്നിക്കുണ്ട്. അത് പിന്നെയാണ് പഠിക്കുന്നത്. അഡ്വാൻസ് ലെവലിൽ അഡ്വാൻസ് ലെവലിലാണ് പഠിക്കുന്നത്. ഡീറ്റെയിൽഡ് ഓപ്പണിംഗ് ഒന്നുണ്ട്. അതിന് പല ടെക്നിക്സും ഉണ്ട്. ഇപ്പോൾ ഇത് എന്തിന് ഓപ്പൺ ആയാൽ ഇല്ല എന്ന് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് നമ്മൾ ട്രെയിനിങ് നിങ്ങൾക്ക് തന്നപ്പോൾ എന്തോന്ന്, നിങ്ങൾക്ക് കാളം വരയ്ക്കാൻ പറഞ്ഞു. ഫസ്റ്റ് ഒരു കാളത്തിൽ സൗണ്ട് വരയ്ക്കുക, അടുത്ത ഒരു കാളത്തിൽ 10 കളർ, അടുത്തത് സ്മെല്ല്, ടേസ്റ്റ്, അടുത്ത 5 കളം വൈബ്രേഷൻ. ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞു. ഓർമ്മ ഉണ്ടോ? അപ്പോൾ അതിൽ എന്തിനാണെന്ന് വെച്ചാൽ ഒരു നാഡി ഓപ്പൺ ആയാൽ ഒരു ശബ്ദവും ഒരു കളറും വന്നാലേ 100% ഓപ്പൺ. എന്തോന്ന് 100% ഓപ്പൺ. ഇതിലെ സൗണ്ട് മാത്രം വന്ന് കളർ വന്നില്ല. ചില ആളുകൾ അങ്ങനെ വരും, എന്ത് ചെയ്താലും കളർ വരില്ല, പിന്നെ ലാസ്റ്റ് തന്നെ വരും. അപ്പോൾ സൗണ്ട് വന്നാൽ കളർ വന്നില്ലെങ്കിൽ 50% തന്നെ ഓപ്പൺ. എന്തോന്ന് 50%. നിങ്ങളിപ്പോൾ കാറിൽ പോകുമ്പോൾ റോഡ് പണി നടക്കുന്നു, ചിലപ്പോൾ പണി നടക്കാൻ അടച്ചിട്ട് രണ്ട് വണ്ടി ഒരേ സൈഡ് പോകും. എന്താണ് അതേമാതിരി ആ സൈഡ് പോകുന്ന മാതിരി 50% തന്നെ ഓപ്പൺ ആകും. അപ്പോൾ സൗണ്ടും വേണം, കളറും വേണം. അപ്പോൾ ഈ കളറ് വന്നാൽ ഏതേത് നാടിക്ക് ഏതേത് കളർന്നുള്ളത് ശരയോഗ ഡീറ്റെയിൽസിലുണ്ട്. ശരയോഗങ്ങളിൽ അതൊക്കെ, പക്ഷേ സൗണ്ടിനെ കുറിച്ച് എവിടെയും കാണുന്നില്ല. എന്തോന്ന് സൗണ്ടിനെ കുറിച്ച് കാണുന്നില്ല. അത് ഇപ്പം അത് തിരുമന്ത്രത്തിലാണ് ഉള്ളത്. തിരുമന്ത്രത്തിൽ 10 സൗണ്ട്, ഇനി ഒരു 2, അങ്ങനെ 12 സൗണ്ട് വരെ പറയുന്നുണ്ട്. ആ സൗണ്ടും കൂടെ കേട്ടാലേ നിങ്ങൾക്ക് നാഡി ഓപ്പണായി എന്നർത്ഥം. മനസ്സിലായ? ഇതാണ് അതിനുള്ള കളറ്, ഏത് നാഡിക്ക് ഏത് കളറ്, ദേവത, വൈബ്രേഷൻ, മുദ്രയൊക്കെ ഉണ്ട്. അത് പിന്നെ ഉള്ള അഡ്വാൻസ് സ്റ്റേജിൽ നോക്കും. ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ശബ്ദങ്ങൾ, മണിയുടെ ശബ്ദം, അത് കടൽ നിങ്ങൾ കടൽപ്പുറത്ത് നിന്നാൽ ഒരു ശബ്ദം കേൾക്കുമല്ലോ, അതേമാതിരി ഉള്ളത്. ആന ശബ്ദം ഉണ്ടാക്കുന്ന മാതിരി ഒരു ശബ്ദം കേൾക്കും. അടുത്തത് കുഴൽ, ഫ്ലൂട്ട് ശബ്ദം. അത് മേഘങ്ങൾ എറിയുന്ന മാതിരി ഒരു ശബ്ദം. അതേമാതിരി വണ്ട് ശബ്ദം. അത് തുമ്പി എന്ന് വെച്ചാൽ ഡ്രാഗൺ ഫ്ലൈ, അതിൻ്റെ ഒരു ശബ്ദം. അടുത്തത് ഈ പെണ്ണുങ്ങളുടെ വളയിൽ ശബ്ദം കേട്ടത് മാതിരി ഒരു ശബ്ദം. അടുത്തത് പേരികൈ എന്ന് വെച്ചാൽ വലിയ ഡ്രം കണ്ടിട്ടുണ്ടാകും നിങ്ങൾ? കാശിയിലൊക്കെ പോയപ്പോൾ ശങ്കടാദേവി കോവിലൊക്കെ ഉണ്ടല്ലോ, വലുതായിരിക്കും ഇങ്ങനെ അടിക്കുന്നത്, അതേമാതിരി ഒരു ശബ്ദം. അടുത്തത് നിങ്ങൾ യാൾ എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യൻ വയലിൻ. എന്തെന്ന് പഴയ ഇന്ത്യൻ വയലിൻ. അതൊക്കെ നമ്മൾ തിരിച്ച് റിവൈവ് ചെയ്യണം. നമ്മളൊക്കെ ഇപ്പോൾ എല്ലാ മ്യൂസിക്കാരൊക്കെ ഇപ്പോൾ ഉള്ള ഫോറിൻ ഇൻസ്ട്രുമെൻറ്റ്സാണ് ചെയ്യുന്നത്. നമുക്ക് വയലിനിൽ പല വെറൈറ്റി ഉണ്ട്. ഏത് വയലിനിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തമ്പുരു എന്ന് പറയും. തമ്പുരു തുടങ്ങി യാൾ എന്ന് പറഞ്ഞിട്ട് വയലിൻ. അതിൽ ഒരുപാട് സ്ട്രിങ് ഉണ്ട്. ഒരുപാട് സ്ട്രിങ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ആർഡറിൽ,
വെർട്ടിക്കലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ഹരിസാണ്ടൽ ഓർഡറിലാണ് ഇരിക്കുന്നത്, അത് വെർട്ടിക്കൽ ഓർഡറിലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് അതിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ആരും അതിൽ റിസർച്ച് ചെയ്യാൻ നേരമില്ല. കാരണം വെച്ചാൽ പൊളിറ്റീഷ്യൻസിന് അവരുടെ പണി വേറെ, കൾച്ചറൽ ഡെവലപ്മെൻറ്റ് അതൊക്കെ ചെയ്യണം. ഓക്കെ, അതിനൊരു റിസർച്ച് സെൻറ്റർ ഉണ്ടാക്കണം. റൈറ്റ്. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്ന് ഈ മറ്റേ എന്തെന്ന് പറയുന്ന നമ്മുടെ സുഷുമ്നാ നാഡി ഓപ്പൺ ആയാൽ വൈറ്റ് കളറും ശംഖ് ശബ്ദവും കേൾക്കും. എന്തോന്ന് വൈറ്റ് കളർ ശംഖ് ശബ്ദം കേട്ടാലാണ് സുഷുമ്നാ നാഡി നിങ്ങൾക്ക് ഓപ്പൺ ആയെന്നുള്ളത്. അതിൽ ശബ്ദം കേൾക്കുന്നത് മാക്സിമം ലെഫ്റ്റ് കാതിലാണ് കേൾക്കും. കാരണം വെച്ചാൽ ലെഫ്റ്റ് കാതിലാണ് ആ നാഡി ഇടകലമാണ്, ട്യൂബ് മാതിരിയുള്ള സ്ട്രക്ചർ. കമ്പയർഡ് ടു പിങ്കല, ഇടകല അതാണ് പെട്ടെന്ന് സൗണ്ട് അങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഈ സൗണ്ട് കേൾപ്പിക്കുന്നത് ആരെന്ന് പറഞ്ഞാൽ ധനഞ്ജയൻ. നിങ്ങൾ പറയാം, പഴയ ജെമിനി സിനിമയിൽ 2 ചെറിയ പയ്യന്മാർ നിന്നിട്ട് ഇങ്ങനെ പൈപ്പ് മാതിരിയുള്ളതിൽ ഊതുമില്ല, ഇതേമാതിരി ധനഞ്ജയനാണ് ഇടകല പൈപ്പ് വഴിയായിട്ട് നിങ്ങൾ കാതിൽ സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ വെച്ചാൽ ഓക്കെ, നിങ്ങൾക്ക് ഈ നാഡി ഓപ്പൺ ആയി എന്നുള്ള സിഗ്നൽ തരുന്നതാണ്. അപ്പോൾ മനസ്സിലായ സിഗ്നൽ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയുള്ളൂ. അടുത്തത് നിങ്ങൾക്ക് പിങ്കല എന്ന് പറയുമ്പോൾ റെഡ് കളറും ക്ഷേത്രത്തിൽ മണി അടിക്കുന്നുണ്ടല്ലോ, അതാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ ശംഖു ഊതി മണി അടിക്കും, ദീപാരാധന ടൈപ്പ്. ദീപാരാധന നേരത്ത് ശംഖു ഊതാൻ മണി അടിക്കുന്ന ആ നാഡി ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നാഡി ഓപ്പൺ ആകും. നാഡി ഓപ്പൺ ആകുമ്പോൾ ശബ്ദം നിങ്ങൾക്ക് ഇൻറ്റേർണൽ ശബ്ദം, അതിന് പേരാണ് അനാഗത സൗണ്ട്സ്. ബട്ട് എക്സ്റ്റേണൽ കേൾക്കുമ്പോൾ അതും ഇൻറ്റേർണലായിട്ട് ഓപ്പൺ ആയിക്കൊള്ളും. അതിനാണ് ക്ഷേത്രത്തിൽ മണി വെച്ചടിക്കുന്നത്. ക്ഷേത്രം മാത്രമല്ല, ചർച്ചിൽ എല്ലാം അടിക്കുന്നതിൻ്റെ പർപ്പസ് ഇതാണ്. അപ്പോൾ അവർക്ക് നാഡികൾ ഉണരും, നാഡിത്രയ അത് ഉണരാൻ വേണ്ടി ചുവപ്പ് കളർ അങ്ങനെ ഉള്ള ഇത് വരുന്നു. പിന്നെ എന്തെന്ന് വെച്ചാൽ അതേമാതിരി പിങ്കല ഓപ്പൺ ആണെങ്കിൽ വന്ന് ബ്ലൂ കളറാണെങ്കിൽ ബ്ലൂ വരും. മറ്റെവിടെയായിട്ട് നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ഇത് ഡ്രാഗൺ ഫ്ലൈയുടെ ഒരു ശബ്ദവും കേൾക്കും. ഡ്രാഗൺ ഫ്ലൈ അതിൻ്റെ ഒരു ശബ്ദം കേൾക്കും. ഇതേമാതിരി പല നാഡികൾ, ഇത് മുഖ്യമായിട്ടുള്ള നാഡികൾ ചിത്രണി നാഡി ചോദിച്ചാൽ 5 കളർ റിപ്പോർട്ടാകും. അതിൽ വളയുടെ ശബ്ദം കേൾക്കും, അല്ലെങ്കിൽ ഈ കൊലുസിൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ പല എല്ലാത്തിനും നിങ്ങൾക്ക് എത്ര ശബ്ദം വന്നു ഇതുവരെയുള്ള ട്രെയിനിങ്ങിൽ? ശബ്ദം എത്ര വന്നു, കളർ എത്ര വന്നു? 5 കളർ വന്നിന്, 5 ശബ്ദം വന്നിന്. അപ്പം നിങ്ങൾക്ക് 5 കൂടെ വരണം, എന്നാലേ അത് കംപ്ലീറ്റ് ആകും. എന്തെന്ന്